നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. രാജ്യത്ത് ജനസംഖ്യാ ദൗത്യം ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി. അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അനുവദിക്കില്ല. നുഴഞ്ഞുകയറ്റക്കാർക്കൊപ്പം നിൽക്കുന്നത് ആരെന്ന് ജനങ്ങൾക്കറിയാമെന്നും നരേന്ദ്രമോദി. രാഹുലിന്റെ വോട്ടുകൊള്ള പ്രചാരണം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം. നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുത്ത 2 RJD MLA-മാർ. ബീഹാർ ജനതയെ RJD കണ്ടത് വെറും വോട്ട് ബാങ്കായെന്ന പ്രധാനമന്ത്രി. നായ്ക്കൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകരുതെന്ന് സുപ്രീം കോടതി. ഡൽഹിയിലെ തെരുവുനായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലാക്കണമെന്ന ഉത്തരവ് തിരുത്തി. പേവിഷബാധയോ അക്രമവാസനയോ ഉള്ള നായ്ക്കളെ മാത്രം കൂട്ടിലടച്ചാൽ മതി. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ നയം രൂപീകരിക്കുമെന്നും കോടതി. മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ അറസ്റ്റ് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിന്. സർക്കാർ ഫണ്ടിൽ സ്വകാര്യ ആവശ്യത്തിനായി ലണ്ടൻ യാത്ര നടത്തിയെന്ന് കേസ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര പഠന സംഘം നാളെ സംസ്ഥാനത്തെത്തും. ആദ്യ സന്ദർശനം കുട്ടനാട്ടിൽ. കർഷകർ ഏറെ പ്രതീക്ഷയിലെന്ന് കർഷക മോർച്ച. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ജനസംഖ്യാ ദൗത്യം ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് NDA സർക്കാരിന്റെ തീരുമാനമെന്നും പ്രധാനമന്ത്രി ബീഹാറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ജയിലിൽ കിടന്ന മന്ത്രിമാർ ഫയലിൽ ഒപ്പിടാമെന്ന് കരുതേണ്ട എന്ന സന്ദേശം നൽകിയതിനൊപ്പം നേതാക്കൾക്ക് ഇത്തരം മനോഭാവമാണെങ്കിൽ അഴിമതിക്കെതിരെ എങ്ങനെ പോരാടുമെന്ന ചോദ്യവും പ്രധാനമന്ത്രി ഉന്നയിച്ചു. ജനസംഖ്യ ആനുപാതികമായി സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ജനസംഖ്യാ ദൗത്യം നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അനധികൃത കുടിയേറ്റത്തിൽ ആശങ്കയുണ്ട്. ബീഹാറിന്റെ അതിർത്തി മേഖലകളിൽ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് NDA സർക്കാരിന്റെ തീരുമാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. बिहार पर भी है. देश में घुसपैठियों की बढ़ती संख्या चिंता का विषय है. बिहार के सीमावर्ती जिलों में तेजी से डेमोग्राफी बदल रही है. इसलिए NDA सरकार ने तय किया है कि देश का भविष्य घुसपैठियों को नहीं तय करने देंगे. घुसपैठियों को बिहार के युवाओं के रोजगार नहीं छीनने देंगे. जिन सुविधाओं पर भारतीय लोगों का अधिकार है उस पर घुसपैठियों को डाका नहीं डालने देंगे. സർക്കാർ ജീവനക്കാർ 50 മണിക്കൂർ ജയിലിൽ കഴിയേണ്ടി വന്നാൽ അവർക്ക് ജോലി നഷ്ടമാകും. എന്നാൽ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജയിലിൽ കിടന്ന് അധികാരം ആസ്വദിക്കും. ജയിലിൽ നിന്ന് ഫയലുകൾ ഒപ്പിടുകയും സർക്കാരിന്റെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തതായി സമീപകാല ചരിത്രമുണ്ട്. ജയിലിൽ കിടന്ന മന്ത്രിമാർ ഫയലുകളിൽ ഒപ്പിടാമെന്ന് കരുതേണ്ട എന്ന മുന്നറിയിപ്പായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ. कि कैसे जेल से ही फाइलों पर साइन किए जा रहे थे, जेल से ही सरकारी आदेश निकाले जा रहे थे. नेताओं का अगर यही रवैया रहेगा तो ऐसे भ्रष्टाचार के विरुद्ध लड़ाई कैसे लड़ी जा सकती है. साथियों, संविधान हर जनप्रतिनिधि से ईमानदारी और पारदर्शिता की उम्मीद करता है. हम संविधान की मर्यादा को तार तार होते नहीं देख सकते. इसलिए NDA सरकार भ्रष्टाचार के खिलाफ एक ऐसा कानून लाई है जिसके दायरे में
देश का प्रधानमंत्री भी है। ബീഹാറിൽ 13,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രിയെ ശ്രവിക്കാനെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി RJDയുടെയും കോൺഗ്രസിന്റെയും ഭരണകാലത്തെ ജനവിരുദ്ധ നിലപാടുകൾ പ്രധാനമന്ത്രി തുറന്നുകാട്ടി. ജനം, ഡൽഹി. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം. ഗയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്ത RJD MLA-മാരും പ്രകാശ് വീർ, വിഭാദേവി എന്നീ മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത്. RJD ഭരണം ബീഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുന്നതിനു മുൻപേ ഇന്ത്യ സഖ്യം ആദ്യ തിരിച്ചടി നേരിട്ടു. RJDയുടെ 2 മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്തത്. ഗയയിൽ നടന്ന പരിപാടിയിൽ നവാഡ MLA വിഭാദേവി, രജൌരി MLA പ്രകാശ് വീരൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത്. RJD, കോൺഗ്രസ്, ഇടത് സഖ്യം NDAക്കെതിരെയും മോദി സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് MLA-മാർ കൂടിയായ 2 മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത്. രാഹുലും തേജസ്വി യാദവും ചേർന്ന് വോട്ടറധികാർ യാത്ര നടത്തുമ്പോൾ തന്നെയാണ് RJDയുടെ മുതിർന്ന നേതാക്കളുടെ നീക്കം. വിഭാദേവിയും പ്രകാശ് വീരനും RJD വിട്ട് BJPയിലെത്തിയാൽ അതും ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാകും. കൂടാതെ RJDയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഗയയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. RJD ഭരണം ബീഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. साथियों, बिहार के लोगों को RJD और उनके साथी सिर्फ अपना वोट बैंक मानते हैं. उन्हें गरीब के सुख दुख, गरीब के मान सम्मान से कोई मतलब नहीं. आपको याद होगा, कांग्रेस के एक मुख्यमंत्री ने मंच से कह दिया था कि अपने राज्य में बिहार के लोगों को घुसने नहीं देंगे. बिहार के लोगों से कांग्रेस की इतनी नफरत, बिहार के लोगों के प्रति इतनी घृणा और कोई भूल नहीं सकता. कांग्रेस का बिहार के लोगों के प्रति जो दुर्व्यवहार देखने के बाद भी यहाँ RJD वाले ഗഹരി നിന്ദ് മേ സോയെ പടേ ഥേ. ബീഹാർ ജനതയെ കേവലം വോട്ട് ബാങ്ക് മാത്രമായാണ് RJD കണ്ടത്. അഴിമതിയും കുറ്റകൃത്യങ്ങളും നിറഞ്ഞ കാലം തിരിച്ചു വരാൻ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഇരുണ്ട കാലഘട്ടം മാറുന്നു എന്നതിന്റെ സൂചന തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്? വിഷ്ണു, ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുന്നു, അല്ലെങ്കിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ BJP NDU സഖ്യം, നിലവിൽ ബീഹാറിൽ ഭരണം നടത്തുന്ന BJPയും JDUവും ഉൾപ്പെടുന്ന NDA സഖ്യവും ഒപ്പം കോൺഗ്രസും RJDയും ഇടതും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടം ശക്തമാവുകയാണ്. ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം ശക്തമാകുന്നതിന് മുൻപേ തന്നെ ആദ്യ തിരിച്ചടി ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിട്ടുള്ളത് അവിടെ RJDയുടെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ എത്തി എന്നുള്ളതാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ, നവാഡ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള വിഭാദേവി, കൂടാതെ രജൌലി മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള പ്രകാശ് വീരൻ എന്നീ മുതിർന്ന RJD നേതാക്കളാണ് ഗയയിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നിലവിൽ BJP JDU സഖ്യത്തെ വിമർശിച്ചുകൊണ്ടും മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും RJDയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ പ്രചാരണങ്ങൾ ബീഹാറിൽ നടക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു. അതിനിടയിലാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ RJDയുടെ തന്നെ 2 മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതും പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നതുമാണ്. അത്തരത്തിലൊരു വലിയ തിരിച്ചടി ഇന്നിപ്പോൾ ബീഹാറിൽ RJDയും കോൺഗ്രസും ഇടതും ഉൾപ്പെടുന്ന സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബീഹാറിൽ BJP JDU സഖ്യത്തെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം RJD നടത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 60-ലധികം സീറ്റുകൾ മത്സരിച്ചെങ്കിലും 19-ൽ താഴെ സീറ്റുകൾ മാത്രമായിരുന്നു അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. പെർഫോമൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് RJDയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നതിനിടയിലാണ് RJDയുടെ തന്നെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വേദിയിലെത്തുകയും RJDയും ലാലു പ്രസാദ് യാദവും ഭരിച്ചിരുന്ന സമയത്തിൻ്റെ ഇരുണ്ട കാലത്തിലേക്ക് ബീഹാറിൻ്റെ ജനത ഒരിക്കലും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ വേദിയിൽ നടത്തുകയും ചെയ്തത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. തമിഴ്നാട് തിരുനെൽവേലിയിൽ മെഗാ റാലി അഭിസംബോധന ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭരണഘടനാ ഭേദഗതി ബിൽ ചരിത്രപരമായ തീരുമാനമെന്ന് അമിത്ഷാ പറഞ്ഞു.
സ്റ്റാലിൻ സർക്കാരിനെ വിമർശിച്ച അമിത്ഷാ DMK മന്ത്രിമാർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നതിലാണ് ക്രിമിനൽ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ആഭ്യന്തരമന്ത്രിയുടെ പരിപാടിയിൽ DMK മുൻ MP KS രാധാകൃഷ്ണനും പങ്കെടുത്തു. अभी लोकसभा में मोदी जी ने 130वां कॉन्स्टिट्यूशन अमेंडमेंट बिल रखा. पूरा विपक्ष विरोध करने लगा. क्या है कॉन्स्टिट्यूशन बिल? कोई भी CM या प्रधानमंत्री अगर जेल जाता है तो उसके अपने पद से रेजिग्नेशन देना पड़ेगा, इस्तीफा देना पड़ेगा. मैं आज कहने आया हूं, DMK के वरिष्ठ मंत्री के पोनमुडी जी और सेंथिल बालाजी 8-8 महीने तक जेल में रहे, इस्तीफा नहीं दिया. मुझे बताइए, जेल में रहकर सरकार चला सकते हैं क्या? രാഹുലിന്റെ വോട്ട് ചോരി പ്രചാരണം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. അഖിലേന്ത്യാ ഹിന്ദു മഹാസഭ മുൻ ഉപാധ്യക്ഷനാണ് ഹർജി നൽകിയത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടി പദവി റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രാഹുലിന്റെ വോട്ട് ചോരി പ്രചാരണം ചോദ്യം ചെയ്തുകൊണ്ടാണ് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭ മുൻ ഉപാധ്യക്ഷൻ സതീഷ് കുമാർ അഗർവാൾ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുടർച്ചയായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നു. കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനും ദുർബലപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പ്രചാരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഷ്ട്രീയ പ്രേരിതമായ വോട്ടർ അധികാർ യാത്ര തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കുമെതിരെ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടണം. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അനുവദിക്കരുതെന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയ പദവി കോടതി ഇടപെട്ട് റദ്ദാക്കണമെന്നും പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജനം, ഡൽഹി. വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, യുദ്ധവീരന്മാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ ജന്മനാടുകളെ കൈപിടിച്ചുയർത്താൻ കൈകോർത്ത SBIയും അഖില ഭാരതീയ ഗ്രാമീൺ ഉദ്ധാൻ സമിതിയും ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. ഹരിയാന ഗാന്ധി എന്നറിയപ്പെടുന്ന ബാബു മുൽചന്ദ് ജെയിനിന്റെ ഗ്രാമത്തിൽ പദ്ധതിയുടെ ആദ്യഘട്ടം സമർപ്പിച്ചു. സന്ധിയില്ലാ സമരം ചെയ്ത ഹരിയാന ഗാന്ധി എന്ന് പേരെടുത്ത വ്യക്തിയാണ് ബാബു മുൽചന്ദ് ജെയിൻ. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സിക്കന്ദർപൂർ മജ്രയിലാണ് SBIയും അഖില ഭാരതീയ ഗ്രാമീൺ ഉദ്ധാൻ സമിതിയും SBI സമ്മാൻ ആദ്യഘട്ടം നടപ്പാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി സേനയിലും പോലീസിലും ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിനായി ബാബു മുൽചന്ദ് ജെയിൻ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു. ഇതിനായി ഓപ്പൺ ജിം, ഫിസിക്കൽ ട്രെയിനിങ് യാർഡ്, റണ്ണിംഗ് ട്രാക്ക് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിന് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനായി ഗ്രാമസേവാ കേന്ദ്രം, ഗേൾസ് കോമൺ റൂം, സ്മാർട്ട് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, സോളാർ തെരുവുവിളക്കുകൾ തുടങ്ങിയവയും ഗ്രാമത്തിൽ സജ്ജീകരിച്ചു. അങ്കണവാടി കേന്ദ്രങ്ങൾ നവീകരിച്ചതിനു പുറമെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രേരണ തയ്യൽ പരിശീലന കേന്ദ്രവും ഗ്രാമത്തിൽ ആരംഭിച്ചു. SBI ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ സഞ്ജയ് പ്രകാശ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അഖില ഭാരതീയ ഗ്രാമീൺ ഉദ്ധാൻ സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് വർമ്മ, ഗ്രാമപഞ്ചായത്ത് സർപഞ്ച് രാംരതി ഗൗർ, ബാബു മൂൽചന്ദ് ജെയിനിൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, ഡൽഹി. ലാൻഡിംഗിൽ തടസ്സം നേരിട്ട എയർ ഇന്ത്യ വിമാനം AI2459 കൊച്ചി ഡൽഹി എയർ ഇന്ത്യ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയത്. 6:20 ലാൻഡ് ചെയ്യേണ്ട വിമാനം 5 മിനിറ്റിലേറെ ആകാശത്ത് വട്ടം ചുറ്റി. റൺവേയുടെ പകുതിയോളം എത്തിയ ശേഷം ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വിമാനം പറന്നുയരുകയായിരുന്നു. മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ അറസ്റ്റിൽ. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്ത എന്നുള്ള കാര്യത്തിൽ സ്വകാര്യ ആവശ്യത്തിനായി ലണ്ടൻ യാത്ര നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. നായ്ക്കൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നത് വിലക്കിയ സുപ്രീം കോടതി ഇതിനായി ഒരു പ്രത്യേക ഇടം കണ്ടെത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലാക്കണമെന്നുള്ള ഉത്തരവും സുപ്രീം കോടതി തിരുത്തി. പേവിഷബാധയോ അക്രമവാസനയോടുകൂടിയുള്ള നായ്ക്കളെ മാത്രം കൂട്ടിലടച്ചാൽ മതിയെന്നും മറ്റുള്ളവയെ വാക്സിൻ നൽകി വന്ധ്യംകരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിടാമെന്നും 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കേട്ട ശേഷം തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ നയം രൂപീകരിക്കുമെന്നും കോടതി അറിയിച്ചു.
NCRലെ എല്ലാ തെരുവ് നായ്ക്കളെയും പിടികൂടി പ്രത്യേകമായി പാർപ്പിക്കണമെന്ന 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് 3-അംഗ ബെഞ്ച് തിരുത്തിയത്. ആക്രമണ സ്വഭാവമോ പേവിഷബാധയോ ഉള്ള നായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലാക്കണം. മറ്റുള്ളവയെ പേവിഷ വാക്സിൻ നൽകിയും വന്ധീകരണം നടത്തിയും പിടികൂടിയ സ്ഥലത്ത് തന്നെ തുറന്നുവിടണം. തെരുവ് നായ്ക്കൾക്ക് നിശ്ചിത ഇടങ്ങളിൽ മാത്രം ഭക്ഷണം നൽകണം. എല്ലാ തെരുവുകളിലും തീറ്റ നൽകരുത്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കും ഉത്തരവ് നടപ്പാക്കുന്നത് തടയുന്നവർക്കുമെതിരെ നടപടിയെടുക്കും. സുപ്രീം കോടതിയെ സമീപിച്ച മൃഗസ്നേഹികൾ 25,000 രൂപയും NGOകൾ 2 ലക്ഷം രൂപയും കെട്ടിവെക്കണം. ഈ തുക തെരുവ് നായ്ക്കൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഉപയോഗിക്കും. നായ്ക്കളെ ദത്തെടുക്കാൻ കോർപ്പറേഷന്റെ അനുമതി വാങ്ങണം. ദത്തെടുത്ത നായ്ക്കളെ തെരുവിലേക്ക് വിടാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. എല്ലാ ഹൈക്കോടതികളിലുമുള്ള സമാന കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റും. എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചു. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ നയം രൂപീകരിക്കുമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ജനം, ഡൽഹി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.